ഇവിടെ ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ഒരാൾ, റെസിഡന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരാൾ വിദേശത്ത് ആസ്തികളോ ഇൻകമോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടുത്തെ റിട്ടേണിൽ അത് കാണിക്കുക. ടാക്സ് ഉള്ള രാജ്യങ്ങളിലുള്ളവർ ഇത്രയും പാനിക്കായിട്ടില്ല. കാരണം അവർക്കറിയാം, ഒരു പരിധി വരെ ആളുകൾക്ക് അറിയാം, അവിടെ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അനുസരിച്ച് ഇൻ കേസ് ഒരു സ്ഥലത്ത് ടാക്സ് വന്നു കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്ത് അതിന്റെ ക്ലെയിം എടുക്കാം എന്നുള്ളത്. പൊതുവെ ഈ ആശങ്ക കൂടുതലുള്ളത് GCC കൺട്രീസിലുള്ളവർക്കാണ് ഞാൻ കണ്ടത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ GCC കൺട്രീസിൽ പേഴ്സണൽ ടാക്സേഷൻ ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്കൊരു ആശങ്കയ്ക്ക് വകയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ടാക്സ് ഇല്ല എന്നുള്ളതാണ് അവരുടെ അവിടെ ജീവിക്കുന്നതിന്റെ ഏക അഡ്വാൻറ്റേജ്. ഈ എമൗണ്ട് ഇൻവോൾവ് 5 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയാണ് ഈ കംപ്ലയൻസ് നടത്താത്തതിന്റെ പെനാൽറ്റി. പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഒരു വാർത്ത ഇൻകം ടാക്സ് സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതാണ് മണിമേസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബിജോ എം പൗലോസ് നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം. നമസ്കാരം. ഈ വിദേശത്ത് സ്വത്തുള്ള പ്രവാസികൾ, അവർക്ക് ഇൻകം ടാക്സിന്റെ ഇമെയിലും SMS ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ സ്വത്ത് ഇന്ത്യയിൽ വെളിപ്പെടുത്തണം എന്നാണ് ആ വാർത്ത പറയുന്നത്. എന്താണ് ഇതിലൊരു യാഥാർത്ഥ്യം? അത് ഈ വാർത്ത ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് കുറെ അധികം തെറ്റിദ്ധാരണാജനകമായിട്ടാണ് ആ വാർത്ത, ആ റിപ്പോർട്ട് വന്നത്. അതുകൊണ്ടാണ് ആളുകൾ വളരെ പാനിക്കാണ്, എനിക്കറിയാം. അത് പലരും എന്നെ വിളിച്ച് സംശയമൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഒന്നാമത്തെ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, അത് പ്രവാസികൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമേ അല്ല. മാത്രമല്ല, ഇതൊരു പുതിയ ഡെവലപ്മെന്റ് ആണ്, കഴിഞ്ഞ വർഷം തുടങ്ങിയ ഡെവലപ്മെന്റ് ആണെന്നുള്ള രീതിയിലായിരുന്നു ആ റിപ്പോർട്ട് പറയുന്നത്. പക്ഷെ ഇത് പുതിയൊരു കാര്യമല്ല. 2015 നമ്മൾ പൊതുവെ ബ്ലാക്ക് മണി ആക്ട് 2015 എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആക്ച്വലി ആ നിയമത്തിന്റെ പേരതല്ല, കുറച്ചുകൂടി നീണ്ടൊരു പേരാണ്. അതായത് വിദേശത്ത് സൂക്ഷിച്ചിട്ടുള്ള അൺഡിസ്ക്ലോസ്ഡ് അസറ്റ്സും ഇൻകവും വെളിപ്പെടുത്തുക, അതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്ട് 2015 പാസ്സാക്കിയിട്ടുണ്ട്. ആ ആക്ട്, ബ്ലാക്ക് മണി ആക്ട് 2015 നമുക്ക് സൗകര്യത്തിന് പറയാം. ആ ആക്ടും പ്രകാരമാണ് ഇപ്പൊ ഈ പറയുന്ന റിപ്പോർട്ടിംഗ് ആവശ്യം വരുന്നത്. ആക്ച്വലി സംഭവിച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ, വ്യാപകമായിട്ട് നഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം, നോൺ ഇൻട്രൂസീവ് ആയിട്ടുള്ള ഒരു കംപ്ലയൻസ് മെത്തഡാണ്. അതായത് ഗവൺമെന്റ് സാധാരണഗതിയിൽ എങ്ങനെയാണ് ഗവൺമെന്റ് ആളുകളെ ബോധവൽക്കരിക്കും, പലതരത്തിൽ നിങ്ങൾ ഇന്ന രീതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കും. അപ്പോൾ അതുകൂടാതെ ആളുകളെ കണ്ടുപിടിച്ച്, അതായത് ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെളിപ്പെടുത്താത്ത ഇൻകം സ്വത്തുക്കളൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുടെ സ്വത്ത് അല്ലെങ്കിൽ അവരുടെ ഇൻകം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പെനാൽറ്റിയും അങ്ങനത്തെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്യണ ഒരു മെത്തേഡ് ആണ് സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ സിസ്റ്റം, ഈ നഡ്ജ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻട്രൂഡ് ചെയ്യാതെ തന്നെ ആളുകളെ ഈ കാര്യങ്ങൾ, നിങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ഉണ്ട്, നിങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് കുഴപ്പമില്ലാതെ തീർക്കാം എന്ന് ബോധവൽക്കരിച്ച് ഒരു കംപ്ലയൻസും അതിലൂടെ ടാക്സ് കിട്ടാനുണ്ടെങ്കിൽ ആ ടാക്സ് പിരിച്ചെടുക്കുക. അതാണ് ഇതിൻ്റെ നഡ്ജ് പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് നഡ്ജ് 1 എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 2024 നവംബർ 17 തുടങ്ങി ഡിസംബർ 31 അവസാനിപ്പിച്ചു. ഇപ്പൊ ഈ പ്രോഗ്രാം ഡിസംബർ 1 തുടങ്ങി ഡിസംബർ 31 വരെയാണ് നഡ്ജ് 2 അവർ ലക്ഷ്യം വെക്കണത്. അപ്പൊ നഡ്ജ് 1 അവർക്ക് ഏതാണ്ട് 25,000 താഴെ ആളുകൾക്ക് ഒരു ഇതുപോലെ ഇൻഫർമേഷൻ കൊടുത്തു. നിങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ റിട്ടേൺ റിവൈസ് ചെയ്യോ അപ്ഡേറ്റ് ചെയ്യോ റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആളുകൾ അതിനോട് വളരെ കൃത്യമായിട്ട് പ്രതികരിച്ചു. ഏതാണ്ട് 29,000 കോടി രൂപ, 30,000 കോടി രൂപയിൽ താഴെ അസറ്റുകളും 1,100 കോടിയോളം രൂപയുടെ ഇൻകവും ഇത്തരത്തിൽ നോട്ടീസ് കിട്ടിയവർ കൃത്യമായിട്ട് കംപ്ലൈ ചെയ്യുകയും സർക്കാരിന് അത്രയും വിവരങ്ങൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് വളരെ സക്സസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ക്യാമ്പയിൻ നന്നായിട്ട് സക്സസ് ആയതുകൊണ്ട് ഈ പ്രാവശ്യവും അതേ രീതിയിൽ തന്നെ നഡ്ജ് 2 എന്നുള്ള രീതിയിൽ ഈ പ്രാവശ്യത്തെ ഈ ക്യാമ്പയിൻ നടത്തിയിരിക്കുന്നതാണ്. ഇതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് ഇനി ഇതിൻ്റെ അകത്ത് പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളെ അല്ല ഇത് ലക്ഷ്യം വെക്കുന്നത്. ഇത് ഇന്ത്യയിൽ താമസമുള്ളവർ, ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിൽ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന ഈ റിട്ടേണിംഗ് NRIസിന്റെ ഒക്കെ കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ആൾക്കാരെയാണ് ഇത് ബാധിക്കുന്നത്. അല്ലാതെ പ്യുവർ പ്രവാസികൾ, നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന ആ ഒരു ഡെഫിനിഷനിൽ വരുന്ന ഇന്ത്യക്ക് പുറത്ത് താമസിച്ച് അവിടെ ഇൻകവും അസറ്റും ഉള്ളവരെ അല്ല ഈ നഡ്ജ് പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്.
പക്ഷെ അപ്പോഴും വരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രവാസികളിൽ പലർക്കും ഇത് സംബന്ധിച്ച് ഇൻകം ടാക്സിന്റെ SMS-ഉം അതുപോലെ തന്നെ ഇമെയിലും ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രവാസികൾക്ക് ഇത് കിട്ടുന്നത്? ആ അതെ, ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ റിപ്പോർട്ട് ചെയ്ത മീഡിയയ്ക്കും സംഭവിച്ച അതായിരിക്കും. ഇത് പ്രവാസികളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും എന്തുകൊണ്ടാണ് പ്രവാസികൾക്ക് ഈ നോട്ടീസ് അല്ലെങ്കിൽ ഈ SMS കിട്ടിയ നോട്ടീസ് അല്ല കിട്ടിയിരിക്കുന്നത്, എല്ലാവർക്കും SMS അല്ലെങ്കിൽ മെയിലാണ് കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് പാനിന് അഗേൻസ്റ്റ് ആണ്. ഒരു ഇന്ത്യയിൽ ഉള്ള പെർമനന്റ് അക്കൗണ്ട് നമ്പറിന് അഗേൻസ്റ്റ് ആണ് ഈ നോട്ടീസ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പാൻ ഒരു നോൺ റെസിഡന്റിന്റെ ആണോ റെസിഡന്റിന്റെ ആണോ എന്നറിയാൻ സാധാരണഗതിയിൽ എളുപ്പമല്ല. അതായത് ഒരു പാൻ എടുത്ത സമയത്ത് ആൾ റെസിഡന്റ് ആയിരുന്നു. പാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നോൺ റെസിഡന്റ് കാറ്റഗറിയിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പാൻ എടുക്കാം. ആ സിറ്റുവേഷനിൽ ഈ നോട്ടീസ് വരാൻ ഒരു സാധ്യതയില്ല. പാൻ എടുക്കുന്ന സമയത്ത് റെസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റെസിഡന്റ് ആയിരുന്ന സമയത്ത് എടുത്ത പാനാണ് ഇയാള് പുറത്തേക്ക് പിന്നെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മൂവ് ചെയ്തു, ഇയാൾ അതിനുശേഷം പ്രവാസിയായി. പക്ഷേ ഇൻകം ടാക്സിൽ ഒരിക്കൽ പോലും ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം റെസിഡന്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലാണ് അതിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്തേക്കുന്നത്. ഇയാൾ നോൺ റെസിഡന്റ് ആയതിനു ശേഷം നോൺ റെസിഡന്റ് കാറ്റഗറിയിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇൻകം ടാക്സിന്റെ അക്കൗണ്ടിൽ ഇദ്ദേഹത്തിന്റെ കാറ്റഗറി റെസിഡന്റിൽ നിന്ന് നോൺ റെസിഡന്റിലേക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് റെസിഡന്റ് ആയിട്ടുള്ളവർക്ക് ഈ നോട്ടീസ് അയക്കാനാണല്ലോ. ഈ പർട്ടിക്കുലർ ആള് നോൺ റെസിഡന്റ് ആയിരിക്കും, ഇദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് അക്കൗണ്ടിലെ കാറ്റഗറി റെസിഡന്റ് ആയി കിടക്കുകയും ഇദ്ദേഹം ഇതിനു മുമ്പ് റെസിഡന്റ് ആയിട്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സർക്കാരിന് അറിയില്ല ഇദ്ദേഹം റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ. അപ്പൊ ആ രീതിയിലായിരിക്കും ഇവർക്കെല്ലാം നോട്ടീസ് കിട്ടിയിരിക്കുക. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അവർ ഉടനെ ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ കയറിയിട്ട് അവരുടെ സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആക്കുക. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ജൂറിസ്ഡിക്ഷണൽ അസിംഗ് ഓഫീസർ ഉണ്ട്. ഈ ഇൻകം ടാക്സ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഏതാണ് ഇദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷണൽ അസിംഗ് ഓഫീസർ എന്ന് അറിയാൻ പറ്റും. അദ്ദേഹത്തിന് മെയിൽ അയക്കുക, എനിക്ക് ഇങ്ങനെ നോട്ടീസ് വന്നിട്ടുണ്ട്, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇത് NRIസിന് ബാധകമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് അല്ല, ഞാൻ ഇത്ര നാളായിട്ട് നോൺ റെസിഡന്റ് ആണ്. അപ്പോൾ അതിന് പ്രൂഫായിട്ട് പാസ്പോർട്ടിന്റെ ബാക്കിൽ എൻഡോസ്മെന്റ്സ് ഉണ്ടല്ലോ, എൻട്രി എക്സിറ്റ്, ഇതെല്ലാം കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വിസയുടെ കോപ്പി അയച്ചു കൊടുക്കുക. അപ്പോൾ ആ ഓഫീസർക്ക് അത് ബോധ്യമാവും. അതോടുകൂടി ആ പ്രൊസീജിയർ അവിടെ അവസാനിക്കും. ഇനി അതല്ല, നിങ്ങളൊരു റെസിഡന്റ് അല്ലെങ്കിൽ RBNOR ആണെന്നുണ്ടെങ്കിൽ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും ഒരു ആസ്തി ഉണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി റിട്ടേൺ ഫയൽ ചെയ്യുക. ഇനി ഓൾറെഡി നിങ്ങൾ ഇതൊന്നും കാണിക്കാതെ നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്ത് പോയി എന്ന് വിചാരിക്കുക, നിങ്ങൾ ആ റിട്ടേൺ റിവൈസ് ചെയ്യുകയോ പ്രീവിയസ് ഇയേഴ്സിലാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലറൈസ്ഡ് ആയി. അതാണ് ഈ പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിന്റെ അകത്ത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി നിങ്ങൾ റിട്ടേൺ റിവൈസ് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്ത് റെഗുലറൈസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പുറത്തൊരു ശിക്ഷാ നടപടി വരില്ല. അതേസമയം നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിന്നാൽ ഇതിന് കനത്ത ശിക്ഷകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സ്വത്ത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ കുടിശ്ശികയുള്ള നികുതിയുടെ 300% വരെ പിഴ അടക്കേണ്ടി വരും. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ പിഴ അടക്കേണ്ടി വരും എന്നൊക്കെയാണ് ഈ വാർത്തയിൽ പറയുന്നത്. അതിലെന്താണ് യാഥാർത്ഥ്യം? അതായത് ബ്ലാക്ക് മണി ആക്ട് 2015 അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ശിക്ഷകളാണ്. അത് ഇൻകം ടാക്സിലെ പെനാൽറ്റീസ് അല്ല, ഈ ബ്ലാക്ക് മണി ആക്ടിലെ പെനാൽറ്റീസ് ആണ്. അതിൽ ഇനിഷ്യൽ പെനാൽറ്റി ഈ എമൗണ്ട് ഇൻവോൾവ് 5 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയാണ് ഈ കംപ്ലയൻസ് നടത്താത്തതിന്റെ പെനാൽറ്റി. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് ബാധ്യത ഉണ്ടായിരുന്നു, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല, 10 ലക്ഷം രൂപയാണ് പെനാൽറ്റി. ഇനി അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാതിരുന്ന ഇൻകം അല്ലെങ്കിൽ അസറ്റ്, അതിന്റെ വാല്യുവേഷൻ എത്രയാണോ അതിന്റെ 30% ആണ് ഇതിന്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് വിദേശത്ത് 1 കോടി രൂപ സ്വത്തുണ്ടായിരുന്നു, നമ്മളിവിടെ വെളിപ്പെടുത്തിയില്ല. ഒരു ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ഒരാൾ, റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ, ഇന്ത്യക്ക് പുറത്തെ ആൾക്ക് 1 കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നു, ഇവിടെ വെളിപ്പെടുത്തിയില്ല. നാളെ പിടിച്ചു കഴിഞ്ഞാൽ ഈ 1 കോടിയുടെ 30% ആണ് അതിന്റെ ടാക്സ്. അത് 30 ലക്ഷം രൂപ പ്ലസ് ഈ 30 ലക്ഷം രൂപയുടെ 3 ഇരട്ടി 90%, ഈ 1 കോടി രൂപയുടെ 90% പെനാൽറ്റി. അപ്പൊ എത്രയായി? 1 കോടി രൂപ വെളിപ്പെടുത്താതിരുന്നതിന് 30% ടാക്സ് പ്ലസ് 90% പെനാൽറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 1,20,00,000 രൂപ അടയ്ക്കേണ്ട സിറ്റുവേഷൻ വരും. ഇത് വെളിപ്പെടുത്താതിരുന്നതിന് 10 ലക്ഷം രൂപ പെനാൽറ്റിയും. അപ്പോൾ 1,30,00,000 രൂപ വരെ വരാവുന്ന ഒഫൻസ് ആണ്. ഇനി ഇത് കൂടാതെ പ്രോസിക്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ
10 വർഷം വരെ തടവ് കിട്ടാവുന്ന, പ്രോസിക്യൂഷൻ കിട്ടാവുന്ന പെനാൽറ്റിയും കൂടിയാണ്, അല്ല ഒരു സെക്ഷനും കൂടിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഗുരുതരമായ ശിക്ഷാ നടപടികൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒട്ടും വളരെ ലളിതമായ അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഇവിടെ ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ഒരാൾ, റെസിഡന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരാൾ വിദേശത്ത് ആസ്തികളോ ഇൻകമോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടുത്തെ റിട്ടേണിൽ അത് കാണിക്കുക. ഇനി ഫയൽ ചെയ്ത പോയ റിട്ടേണുകളിൽ ഇത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് റിവിഷനോ അപ്ഡേഷനോ നടത്തി അതും കൂടി ചേർത്ത് റെഗുലറൈസ് ചെയ്തില്ലെങ്കിൽ ഇതേ ശിക്ഷാ നടപടികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. അതെ, പ്രവാസികൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. പ്രവാസികൾ ഒരു കണക്കിനും ഈ ഒരു കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് സെറ്റിലായി അവിടെ താമസിക്കുന്ന നോൺ റെസിഡൻസ്, അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള നോൺ റെസിഡൻസ്, അവിടെ അവർക്ക് ഇൻകം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അവിടെ അവർക്ക് അസറ്റ് ജനറേറ്റ് ആവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പിന്നെ ഈ പൊതുവെ ഈ ആശങ്ക കൂടുതലുള്ളത് GCC കൺട്രീസിലുള്ളവർക്കാണ് ഞാൻ കണ്ടത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ GCC കൺട്രീസിൽ പേഴ്സണൽ ടാക്സേഷൻ ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്കൊരു ആശങ്കയ്ക്ക് വകയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ടാക്സ് ഇല്ല എന്നുള്ളതാണ് അവരുടെ അവിടെ ജീവിക്കുന്നതിന്റെ ഏക അഡ്വാൻറ്റേജ്. അപ്പോൾ അവിടെ അവർ സമ്പാദിച്ചതിനും അവിടെയുള്ള സ്വത്തുക്കൾക്കെല്ലാം ഇവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവർ പാനിക്കായതിൽ ഒരിക്കലും നമുക്ക് അത്ഭുതമില്ല. അതേസമയം ടാക്സ് ഉള്ള രാജ്യങ്ങളിലുള്ളവർ ഇത്രയും പാനിക്കായിട്ടില്ല. കാരണം അവർക്കറിയാം, ഒരു പരിധി വരെ ആളുകൾക്ക് അറിയാം, അവിടെ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അനുസരിച്ച് ഇൻ കേസ് ഒരു സ്ഥലത്ത് ടാക്സ് വന്നു കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്ത് അതിന്റെ ക്ലെയിം എടുക്കാം എന്നുള്ളത്, അതിന്റെ ഇൻപുട്ട് ക്ലെയിം എടുക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കാം എന്നുള്ളത് അവർക്ക് അറിയാം. അതുകൊണ്ട് അവരത്രയും പാനിക്കായിട്ടില്ല. പക്ഷെ GCCയിലുള്ളവർ പാനിക്കായതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് പ്രവാസികൾ ഇങ്ങനെ ചെയ്യേണ്ട വരും എന്നുള്ള ആ വാർത്തയാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് നോട്ടീസ് കിട്ടി എന്നുള്ള, അവരെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ, ഇൻകം ടാക്സിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനെ അവർ നോട്ടീസായിട്ടോ ഡിമാൻഡോ ആയിട്ടാണ് കണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി അവർ പേടിച്ചുപോയി. കാരണം ഇത് പ്രവാസികൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക്, ഇപ്പൊ ശ്രീധർ നേരത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ, പിന്നെ എന്തുകൊണ്ടാണ് അവർക്കൊരു നോട്ടീസ് കിട്ടിയത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടിയത് എന്നുള്ള ഒരു ആശങ്കയാണ് അവർക്ക് വന്നത്. അപ്പൊ അത് ഒട്ടും അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല. റിയലി ടെക്നിക്കലി നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഈ പ്രശ്നം നിങ്ങളെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക്, അതായത് റെസിഡന്റ് ആയിട്ട് വിദേശത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആളുകൾ, അവർക്ക് എങ്ങനെയായിരിക്കാം ഇവിടെ നമ്മുടെ രാജ്യത്തൊരു റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അതായത് അവിടുത്തെ വിദേശത്തെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഇവിടെ റിട്ടേൺ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ, അതോ ആ രാജ്യങ്ങളിലാണോ അത് സമർപ്പിക്കേണ്ടത്? അതായത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് വിദേശത്ത് അയാൾ സമ്പാദിക്കുന്ന ഇൻകത്തിന് ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. ആ കാര്യം ഇന്ത്യയിലെ റിട്ടേണിൽ കാണിക്കേണ്ടതും കാര്യമില്ല. വിദേശത്തെ ആസ്തിയും ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഏത് രാജ്യത്ത് താമസിക്കുന്നോ ആ രാജ്യത്തെ ടാക്സേഷൻ അനുസരിച്ച് അവിടെയാണ് അദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ളത്. പിന്നെ അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇവിടെ ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. വിദേശത്തുള്ള ഒരാൾക്ക് ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്, അതിന്റെ റെന്റ്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് ഇവിടെ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകം ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതിലും ചെറിയ എക്സംഷൻ ക്ലോസുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ജനറലി അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഇൻകം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷെ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഉള്ള രാജ്യങ്ങളിലെല്ലാം ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ആ ഇൻകത്തിന്റെ ക്രെഡിറ്റ് അവിടെ എടുക്കാൻ പറ്റും. ഈ ഇൻകം അവിടെയും ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് ഇവിടെ അടച്ച ടാക്സ് അദ്ദേഹത്തിന് അവിടെ കുറവ് ചെയ്ത് വാങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജനറലി ഇപ്പൊ ശ്രീജിത്ത് എന്നോട് ചോദിച്ചത് വിദേശത്തുള്ള ആൾക്ക് ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള കാര്യമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ ഇൻകം ഉണ്ടെങ്കിൽ ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്യുക. അതിന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് പ്രൊവിഷൻസ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റും. അതിന്റെ അകത്ത് ഈ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യണമെന്ന് ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ വാർത്തയിലുള്ള ആ ഒരു നിയമം അനുസരിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം നോൺ റെസിഡന്റ് ആണ്. ഡിസംബർ 31-നകം ഈ സ്വത്ത് വെളിപ്പെടുത്തി ഇതിന്റെ വിവരങ്ങൾ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ ഈ ഡിസംബർ 31-നകം തന്നെ ഇത് പൂർത്തിയാക്കണം എന്ന നിർദ്ദേശം ഇൻകം ടാക്സ് കൊടുത്തിരിക്കുന്നത്? അതായത് ഡിസംബർ 31-ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് തിടുക്കത്തിൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് നിലവിലുള്ള നിയമമാണ്. ആ നിയമം പലരും പാലിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ ഇറക്കിയത്. അതായത് നിലവിൽ ജൂലൈ 31 ആയിരുന്നു സാധാരണ രീതിയിൽ ഇൻഡിവിജ്വൽസിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് സെപ്റ്റംബർ 15, 16 ആ ലെവലിൽ ആണ് അവസാനിച്ചത്. അപ്പോൾ ഈ സെപ്റ്റംബർ 16-ാം തീയതി വരെ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോഴും ഫയൽ ചെയ്തിരിക്കുന്ന റിട്ടേണുകളിൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഇൻഫർമേഷൻ ഉള്ള കേസുകളിൽ പലരും ഈ ഡിക്ലറേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളത് ഗവൺമെന്റിന് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അവരെ
വേറെ നാളെ ഒരു പെനാൽറ്റിയും അല്ലെങ്കിൽ നോട്ടീസ് അയച്ച് ഫോളോ അപ്പ് ചെയ്ത് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും അവരെ ഇൻഫോം ചെയ്യുക, നിങ്ങളുടെ ഇന്ന ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഫോറിൻ അസറ്റ്സ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾക്ക് ഫോറിൻ ഇൻകം കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങളുടെ റിട്ടേണിൽ അത് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യുകയോ റിവൈസ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ഇത് അയച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമലി ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ നോർമൽ റൂട്ടിൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 31 ഡിസംബർ 31 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളു. അതിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതേസമയം നമ്മൾ ഡ്യൂ ഡേറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്ത് പോയ ഒരാൾക്ക് അത് റിവൈസ് ചെയ്യാനും ചെയ്യാത്ത ഒരാൾക്ക് ബിലേറ്റഡ് ആയിട്ട് ഫയൽ ചെയ്യാനും ഉള്ള പരമാവധി സമയം എന്ന് പറയുന്നത് ഡിസംബർ 31. അതുകൊണ്ടാണ് ഡിസംബർ 31 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഗവൺമെന്റ് ഒരു അഡീഷണൽ സൗകര്യം ചെയ്തു കൊടുത്തേക്കണാണ് ജനങ്ങൾക്ക്. ഒരു നടപടികളിലൂടെ പോവാതെ ബോധവൽക്കരണത്തിലൂടെ കാര്യങ്ങൾ നേരെയാക്കുക എന്ന് പറയുന്ന ഒരു സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൂവാണിത്. അപ്പൊ അതിന് നോർമലി കൊടുക്കാവുന്ന സമയം എന്ന് പറയുന്നത് ഡിസംബർ 31. അതുകൊണ്ട് ക്യാമ്പയിൻ വൈകി വന്നതുകൊണ്ടാണ് നമുക്കിത് തിടുക്കത്തിലാണെന്ന് തോന്നിപ്പോണത്. സത്യത്തിൽ ഇത് നിയമമുള്ള നിയമമാണ്, അത് പാലിക്കാതെ പോയവരെ സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി 31 കഴിഞ്ഞാണ് ഈ നോട്ടീസ് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നോട്ടീസായിട്ട് വരും. ആ സമയത്ത് ഈ പറഞ്ഞ പെനാൽറ്റീസ് ഒക്കെ ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ പെനാൽറ്റി വരാനുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ല. കാരണം ഒരു നോർമൽ കംപ്ലൈൻസ് ആയിട്ട് അതങ്ങ് കൺസിഡർ ചെയ്ത് പോകും. കാരണം ഇതൊരു ക്യാമ്പയിന്റെ പാർട്ട് ആയതുകൊണ്ട്. പരമാവധി നികുതി പിരിച്ചെടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്, ഇങ്ങനെ വിദേശത്ത് നിക്ഷേപവും അവിടെ വരുമാനവും ഉള്ള ആളുകളെ സർക്കാർ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതോ റാൻഡമായിട്ട് ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കുകയാണോ ചെയ്തിരിക്കുന്നത്? അല്ല, റാൻഡം ആയിട്ടൊരു നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ആയിട്ടൊരു നോട്ടീസ് അയക്കുകയോ അല്ല ചെയ്തിരിക്കുന്നത്. നഡ്ജിൽ 2 ഫോക്കസ് ഗ്രൂപ്പാണുള്ളത്. ഒന്ന്, ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നവർ, ഈ ഇൻഫർമേഷൻ ആ റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാത്തവർ. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നഡ്ജ് 2 അല്ലെങ്കിൽ നഡ്ജിൽ അത്തരം ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതായത് പുറത്ത് ഇൻകം ഉണ്ടായിരുന്നിട്ട് അല്ലെങ്കിൽ അസറ്റ് ഉണ്ടായിരുന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാത്തവരല്ല, റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നവരിൽ ഈ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യാത്തവർക്കാണ് ഈ നോട്ടീസ് കിട്ടിയതായിട്ട് ഒബ്സർവ് ചെയ്യണത്. പക്ഷെ ഈ അല്ലാത്ത ഗ്രൂപ്പും, അതായത് വിദേശത്ത് അസറ്റും ഇൻകവും ഉണ്ടായിട്ട് ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്യാത്തവരും ഈ നഡ്ജിന്റെ പരിധിയിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യത ഉള്ളവർ തന്നെയാണ്. അപ്പോൾ ഈ 2 കാറ്റഗറി അത് എങ്ങനെയാണ് കിട്ടണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ US-ഉമായിട്ട് നമ്മളുടെ CBDTക്ക്, ഇന്ത്യ ഗവൺമെന്റിന്റെ ഡയറക്ട് ടാക്സ് വിഭാഗത്തിന് ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ. ഫാറ്റ്ക എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും DP ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഏജൻസികൾ, ഇവരെല്ലാവരും ഫാറ്റ്ക എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെന്റ് ഇതിന്റെ ഉപഭോക്താക്കളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഇന്ത്യയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അവർ താമസിക്കുന്ന US സ്റ്റേറ്റുകളിൽ ഈ ഡാറ്റ അവിടേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ ഡാറ്റ ഇവിടെയും കിട്ടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഈ ഫാറ്റ്ക അനുസരിച്ചിട്ടാണ് US-ൽ ഉള്ള ട്രാൻസാക്ഷൻസ്, അവിടെ നമുക്കുള്ള അസറ്റുകളും അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ ഇന്ത്യ ഗവൺമെന്റ് അറിയണത്. ഇതുപോലെ തന്നെ കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് CRS എന്ന് പറഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ഉഭയകക്ഷി കരാറുകൾ, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഉഭയകക്ഷി കരാറുകളിലൂടെ ഇവിടെയുള്ള ഇൻഫർമേഷൻ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയും അവിടെയുള്ള ഇൻഫർമേഷൻ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഡാറ്റ കൃത്യമായിട്ട് കളക്ട് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ചില SMS ഒക്കെ കിട്ടിയിരിക്കുന്നവർക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇവർ ചിലപ്പോൾ ഏതെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ സ്റ്റേറ്റ്സിന് പോയതായിരിക്കും, അല്ലെങ്കിൽ ഫ്രാൻസിന് പോയതായിരിക്കും. അവിടെ ചെന്നിട്ട് അവർക്ക് ഈ കമ്പനിയിൽ നിന്ന്, ഇവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു ഇത് കൊടുക്കുമല്ലോ, ESOP സ്വെറ്റ് ഇക്വിറ്റി ഒക്കെ കൊടുക്കുമല്ലോ. അങ്ങനെ ചെറിയ 10 ഷെയർ അല്ലെങ്കിൽ 15 ഷെയർ കിട്ടിയത് നിസ്സാര എമൗണ്ടിന്റെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. അത് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ SMS അല്ലെങ്കിൽ മെയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത്രയ്ക്ക് ഏതാണ്ട് 100% ഫുൾ പ്രൂഫായിട്ട് ഒരു കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ എന്താ പറയാ, പുറത്ത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്ക് പുറത്ത് സ്വത്തുക്കളോ വരുമാനമോ സമ്പാദിച്ചാൽ അത് ഇവിടെ പിടിക്കപ്പെടുമെന്നുള്ളൊരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുക. രണ്ടാമത് ആ മെസ്സേജ് കൊടുത്ത് ആളുകളെ പരമാവധി ടാക്സ് കംപ്ലൈന്റ് ആക്കുക, അതിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം ടാക്സ് പിരിച്ചെടുക്കുക. അതായിരിക്കും ഗവൺമെന്റിന്റെ
ഇതിന്റെ അകത്ത് ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പോ ഈ വിദേശത്ത് പലതരത്തിലുള്ള ഫണ്ട് സൂക്ഷിച്ചു വെക്കണൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ സ്വിസ് ബാങ്ക്, ടാക്സ് ഹെവൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ വലിയ പ്രോജക്റ്റുകളുടെ ഒക്കെ കിക്ക് ബാക്സ് ഒക്കെ പുറത്തു വാങ്ങുന്നു എന്നൊക്കെ പറയുന്ന സ്കാംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ പുറത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അണർത്ത് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ഐഡിയയുടെ പൂർത്തീകരണം, അല്ലെങ്കിൽ അത് അണർത്ത് ചെയ്ത് കൊണ്ടുവരണ ആ പദ്ധതി ആയിരിക്കും ഒരുപക്ഷെ ഇതിന്റെ അവസാനത്തെ സ്റ്റേജിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊരു തുടക്കം എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. ഇത്ര ആളുകൾ ഇത്രയും പാനിക് ആവുന്നു എന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തിൽ ആ സ്പിയറിൽ ഒരു കുലുക്കം സംഭവിച്ചിട്ടുണ്ട്.